കാശിയിലെ ഈ തിരക്കേറിയ തെരുവിൻ്റെ ഓരത്ത് ഓരോ മൺപാത്രത്തിൽ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരേ വിഷയം തന്നെയായിരുന്നു. എന്നാലും അതെങ്ങനെ? 14 ദിവസം കാശിയിലെ ലാഭമുക്തി ഭവനിൽ താമസിച്ചാൽ എങ്ങനെ മരണം സംഭവിക്കും? അതോ ഇതും കാശിയുടെ മറ്റൊരു നിഗൂഢതയോ? അറിയില്ല. മണികർണിക ഘട്ടിലെ മനം മടിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ട് മനസ്സും ശരീരവും തളർന്ന് ഏറെ വൈകി ഉറങ്ങാൻ കിടന്ന എൻ്റെ കാതുകളിൽ പുലർച്ചെ ഒരു മണിനാദം മുഴങ്ങുന്നത് പോലെ അനുഭവപ്പെട്ടു. ഒരു നിമിഷം എൻ്റെ ഉള്ളൊന്ന് കാളി. കാലഭൈരവൻ മോക്ഷം തരാൻ വേണ്ടി വരുന്നതാവുമോ? മുഖത്തെ പുതപ്പ് വലിച്ചു മാറ്റി ഞാൻ തല ഉയർത്തി നോക്കി. മുന്നിൽ കണ്ടത് കാലഭൈരവനെ ആയിരുന്നില്ല, മറിച്ച് കറുത്ത ടീഷർട്ടും ധരിച്ച് കയ്യിലൊരു ഇലത്താളവും കൊട്ടിക്കൊണ്ടിരിക്കുന്ന ഫാസിലിനെയായിരുന്നു. പ്രയാഗ്രാജിലെ തെരുവിൽ നിന്ന് വാങ്ങിയ ഒരു ചെറിയ ഇലത്താളം ഒരു കൊച്ചു കുട്ടിയുടെ കൗതുകത്തോടെ ആശാൻ പരിശീലിച്ചു നോക്കിയതാണ്. പരിശീലനം കുറച്ച് പുലർച്ചയായി പോയെന്ന് മാത്രം. ഫാസിലിനോട് താളമടി നിർത്താൻ ആവശ്യപ്പെട്ട് ഞങ്ങൾ മൂവരും പെട്ടെന്ന് തന്നെ തയ്യാറായി പുറത്തേക്കിറങ്ങി. 3000 വർഷത്തെ പഴക്കം അവകാശപ്പെടുന്ന ബനാറസിന്റെ തെരുവോരങ്ങളിൽ ചില പുരാതനമായ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങളും കാണാം. വഴിയരികിൽ മ്യൂസിക് വൈബ്സ് എന്ന് പേരെഴുതിയ ഒരു സ്ഥാപനം. നടന്ന് ഞങ്ങൾ പ്രധാന തെരുവിലെത്തി. തെരുവുകൾ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കാശിയുടെ തെരുവുകളുടെ ഒരു സ്ഥായിയായ സ്വഭാവം ഇതുതന്നെയെന്ന് ഞാൻ മനസ്സിലോർത്തു. നടന്ന് ഞങ്ങൾ കാശിയിലെ മരണത്തിൻ്റെ വീടെന്നറിയപ്പെടുന്ന ലാഭമുക്തി ഭവൻ സ്ഥിതി ചെയ്യുന്ന തെരുവിലെത്തിച്ചേർന്നു. കേട്ട കഥകളിലൊക്കെ ഒരു നിഗൂഢതയും മരണത്തിൻ്റെ ഗന്ധവും അനുഭവപ്പെടുന്ന കാശിയിലെ ലാഭമുക്തി ഭവൻ. ഇവിടെ താമസിച്ചാൽ 14 ദിവസത്തിനുള്ളിൽ മരണം സംഭവിക്കുമത്രേ. അകത്തേക്ക് പോകണോ വേണ്ടയോ എന്ന് ശങ്കിച്ച് ഞങ്ങൾ മതിലിന് വെളിയിൽ നിന്ന് കുറേ ചിത്രങ്ങൾ പകർത്തി. ധൈര്യം സംഭരിച്ച് മെല്ലെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നു. എൻ്റെ ഹൃദയമിടിപ്പ് അരുണിന് കേൾക്കാം. ചുറ്റുപാടും വീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മെല്ലെ പൂമുഖത്തേക്ക് നടന്നെടുത്തു. വീടിൻ്റെ മുന്നിൽ ഒരു വിദേശ വനിതയും ഒരു ടൂർ ഗൈഡും പിന്നെ ഇതിൻ്റെ നടത്തിപ്പുകാരനായ ഒരു പണ്ഡിറ്റും ഇരിപ്പുണ്ട്. ഞങ്ങൾ പണ്ഡിറ്റുമായി സംസാരിച്ചു. ഈ അത്ഭുത ഭവനത്തെപ്പറ്റി കേട്ടറിഞ്ഞെത്തിയ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി കണ്ടാൽ കൊള്ളാമെന്ന ആവശ്യം കേട്ട പണ്ഡിറ്റ് ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു. ഒരു ഉൾഭയത്തോടെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. ഒരു 4 കെട്ടിനെ അനുസ്മരിപ്പിക്കുന്ന നിർമ്മിതി. 2 നിലകളിലായി ഏകദേശം 10ഓളം മുറികൾ. മുകളിലെ നിലയിലേക്ക് പോകുവാൻ ഒരു ഇടുങ്ങിയ ഗോണിപ്പടി. ഓരോ മുറിയിലും തടിയുടെ കട്ടിലുകളും ചെറിയ ഓരോ അലമാരയും. ഒരു കെടാവിളക്കമുണ്ടിവിടെ. ചന്ദനത്തിരികൾ പുകയുന്നുണ്ടെങ്കിലും മരണത്തിൻ്റെ ഗന്ധമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു പശ്ചാത്തല സംഗീതം പോലെ ശിവപഞ്ചാക്ഷരി മന്ത്രവും സദാസമയവും മുഴങ്ങുന്നുണ്ടിവിടെ. അദ്ദേഹം ലാഭമുക്തി ഭവനെ പറ്റിയുള്ള കഥകൾ വിവരിച്ചു തുടങ്ങി. ഈ വീട്ടിൽ കിടന്ന് മരണമടഞ്ഞാൽ മുക്തി കിട്ടുമെന്നാണ് വിശ്വാസം. ഇതിനെ മുക്തിഭവനെന്നും മോക്ഷഭവനെന്നും അറിയപ്പെടാറുണ്ട്. ഇന്നലെ ഇവിടെ മരിച്ച ആളുൾപ്പെടെ ഇതുവരെ 15,039 ആൾക്കാർ ഈ വീട്ടിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചിട്ടുണ്ടെന്ന് പണ്ഡിറ്റ് ഞങ്ങളോട് പറഞ്ഞു. അവരുടെ എല്ലാം അന്ത്യകർമ്മങ്ങൾ മണികർണിക ഘട്ടിൽ. ചുരുക്കി പറഞ്ഞാൽ മോക്ഷം സുനിശ്ചിതം. മോക്ഷദായകമായ മരണത്തിന് ഈടാക്കുന്ന തുകയോ ദിവസവാടക മാത്രം, അതും വെറും 20 രൂപ. വൈദ്യുതി ചെലവ് വഹിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ 20 രൂപ ഈടാക്കുന്നത്. എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് സൗജന്യ സേവനവും ലഭ്യമാണ്. അന്തേവാസികൾക്ക് ദിവസവും പൂജ ചെയ്ത തീർത്ഥവും തുളസിയിലയും കൊടുക്കാറുമുണ്ട് ഇവിടെ. ഞാൻ പണ്ഡിറ്റിൻ്റെ മുഖം ഒന്ന് നോക്കി. ഒരു നിർവികാരത നിഴലിച്ചു നിൽക്കുന്ന മുഖം. യാതൊരു ഭാവവ്യത്യാസങ്ങളുമില്ല. മരണങ്ങൾ കണ്ട് മരവിച്ച ഒരാൾ. കാശിയുടെ കാവൽ ദൈവമായ സാക്ഷാൽ കാലഭൈരവൻ തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നതാണോ എന്ന് ഒരു നിമിഷം ഞാൻ ശങ്കിച്ചു. പ്രായാധിക്യം കൊണ്ട് മരണത്തെ കാത്തുകിടക്കുന്നവർക്കും മറ്റു കാരണങ്ങൾ കൊണ്ട് മരണം അടുത്തു എന്ന് തോന്നലുള്ളവർക്കും മാത്രമേ ഇവിടെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അതും വെറും 14 ദിവസത്തേക്ക് മാത്രം. അതിനുള്ളിൽ മരണം നടന്നിട്ടില്ലെങ്കിൽ ഒരു 14 ദിവസം കൂടി നീട്ടിക്കൊടുക്കും. എന്നിട്ടും മരിച്ചില്ലെങ്കിലോ ഇവിടം വിട്ട് പോകണം. 1958 ദാൽമിയ കുടുംബം സ്ഥാപിച്ചതാണ് ഈ ലാഭമുക്തി ഭവൻ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിനടുത്തുള്ള ഗീതാമന്ദിർ റോഡിലാണ് ഈ ലാഭമുക്തി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. മോക്ഷം നേടുന്നതിനായി ജീവിതത്തിന്റെ അവസാന നാളുകൾ ഈ പവിത്ര നഗരത്തിൽ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കായി ഇത് സമർപ്പിച്ചിരിക്കുന്നു. മരണം വാരണാസിയിൽ സംഭവിക്കുമ്പോൾ പുനർജന്മ ചക്രത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന 15,000-ലധികം ആളുകളെ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ അതിഥിക്കും പരമാവധി 2 ആഴ്ച സമയം കൊടുക്കുന്നു. അതിനുള്ളിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കായി മുറിയൊഴിയാൻ ആവശ്യപ്പെടും.
മോക്ഷപ്രാപ്തി തേടി വരുന്ന അതിഥികൾക്ക് കുറഞ്ഞത് 2 കുടുംബാംഗങ്ങൾ കൂടെ ഉണ്ടാകണം. ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഭവൻ നൽകുന്നുണ്ട്. പണ്ഡിറ്റ് പറഞ്ഞതനുസരിച്ച് ഇവിടെ നിന്ന് ജീവനോടെ തിരികെ പോയവർ വളരെ വിരളമാണ്. ഞങ്ങൾക്ക് അധിക സമയം അവിടെ നിൽക്കാൻ തോന്നിയില്ല. പെട്ടെന്ന് തന്നെ ആ പണ്ഡിറ്റിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി. ആരാണ് വലിയവൻ എന്ന തർക്കം മനുഷ്യരുടെ ഇടയിൽ സാധാരണമാണ്. എന്നാൽ ഇതേ തർക്കം തന്നെ ദേവന്മാർക്കിടയിലായാലോ, അതും സാക്ഷാൽ മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ. ആരാണ് വലിയവൻ? തർക്കം കൊടുമ്പിരിക്കൊണ്ടു. ഇവരെ അനുനയിപ്പിക്കുന്നതിനായി പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇവിടെ തുടങ്ങുന്നു.